السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء سيد المتقين محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 38 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ദർസുകളിലായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിച്ചു. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൂടെ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട 2 യുവാക്കൾക്ക് തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണ്, അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഭാഗമാണ് 38-ാമത്തെ ആയത്തിലുള്ളത്. ആ ആയത്തിൻ്റെ അവസാനത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താണ് തൗഹീദിൻ്റെ മില്ലത്ത്. അവരുടെ ആദർശം എന്നുള്ളത്, മതം എന്നുള്ളത് തൗഹീദാണ്. അള്ളാഹുവിൽ ആരെയും പങ്കുചേർക്കാൻ നമുക്ക് പാടില്ല എന്ന വിഷയം അദ്ദേഹം വിശദീകരിച്ചു. അതിനുശേഷം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ വ അലന്നാസ്. ഇത് അഥവാ തൗഹീദ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കും ജനങ്ങൾക്കും നൽകിയ ഏറ്റവും വലിയ ഫളലാകുന്നു, അനുഗ്രഹമാകുന്നു. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, മനുഷ്യരിൽ അധികം ആളുകളും നന്ദി കാണിക്കുന്നില്ല. ഇവിടെ മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ, തൗഹീദ് ഞങ്ങളുടെ മേൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അത് വളരെ വ്യക്തമാണ്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദുനിയവിയായ അനുഗ്രഹം എന്ന് പറയുന്നത് തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. തൗഹീദ് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഒരാൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അയാൾക്ക് ആത്യന്തികമായ പരാജയം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ അല്ലെങ്കിൽ 4 തവണ അവർക്ക് വേണ്ടി ശുപാർശ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം മിസ്കാൽ ദർറത്ത് ഈമാനുള്ളവരെ വരെ, തൗഹീദുള്ളവരെ വരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറയും. അപ്പോൾ മിസ്കാൽ ദർറത്ത് തൗഹീദ് ഉണ്ടെങ്കിൽ വരെ അയാൾ ഒരു നാൾ സ്വർഗത്തിലാണ്, അൽഹംദുലില്ലാ. പിന്നെ അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് തൗഹീദ് മനസ്സിലാക്കലാണ്, തൗഹീദ് പഠിക്കലാണ്, തൗഹീദ് അറിയലാണ്. അതുകൊണ്ടാണ് അതവിടെ പ്രത്യേകം പറഞ്ഞത് ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ. രണ്ടാമത് പറഞ്ഞു വ അലന്നാസ്, ജനങ്ങളുടെ മേൽ അല്ലാഹു ചെയ്ത അനുഗ്രഹവുമാണത്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് പറഞ്ഞു, വദാലിക അയ്ളൻ മിൻ ഫദ്ലില്ലാഹി അലന്നാസ് ഇദ് അർസൽനാ ഇലൈഹിം ദുആതൻ ഇലാ തൗഹീദിഹി വ ത്വാഅതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല
തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അമ്പിയാക്കളെ നിയോഗിക്കുന്നു എന്നുള്ളത്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ദുആത്തുകൾ, പ്രബോധകന്മാർ ഉണ്ട് എന്നത് മനുഷ്യർക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അതൊരു നിഅമത്താണെന്ന് തിരിച്ചറിയുന്നില്ല. മറിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരോട് അവർക്ക് വെറുപ്പാണ്. തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ അവർ കുറ്റപ്പെടുത്തുകയാണ്. തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ അവർ പരിഹസിക്കുകയാണ്. ആരോപണങ്ങൾ കൊണ്ട് അവരെ നേരിടുകയാണ്. അവരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പരത്തുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിയും, ഇവരായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹമായി നമുക്ക് ലഭിച്ചിരുന്നത്. നമുക്ക് ഏറ്റവും വലിയ നന്മയിലേക്ക് നമ്മെ നയിച്ചത് അവരായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം വരും ഖിയാമത്ത് നാളിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ സാന്നിധ്യം വമ്പിച്ച അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. അത് നിലനിർത്താനും തൗഹീദിലേക്കുള്ള പ്രബോധനം വർദ്ധിക്കുവാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ രണ്ട് ചെറുപ്പക്കാരോട് ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ സാഹിബൈസ് സിജ്നി അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹ് أأرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر أن لا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان وقال للذي ظن أنه ناج منهما اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, യാ സാഹിബ ഇസ്സിജിൻ, ഈ ജയിലിലെ രണ്ട് സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, അർബാബുൻ, റബ്ബിൻ്റെ ജംആണ് അർബാബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, മുതലാളി എന്നൊക്കെയുള്ള അർത്ഥമാണ്. സയ്യിദ്. അർബാബുൻ, ഒരുപാട് രക്ഷിതാക്കളാണോ? എങ്ങനെയുള്ള? മുതഫർരിഖൂൻ, വ്യത്യസ്തങ്ങളായ, വിഭജിക്കപ്പെട്ട. തഫറഖ എന്ന് പറഞ്ഞാൽ വിഭജിക്കുക. യതഫറഖു തഫറുഖൻ. മുതഫർരിഖീൻ, വ്യത്യസ്തരായ ഒരുപാട് മുതലാളിമാരാണോ, അല്ലെങ്കിൽ ദൈവങ്ങളാണോ, അല്ലെങ്കിൽ രക്ഷിതാക്കളാണോ? ഖൈറുൻ, ഖൈറായിട്ടുള്ളത് അതല്ല. അമില്ലാഹ്, അം അല്ലാഹ്, അതല്ല അല്ലാഹുവാണോ? അമില്ലാഹു അൽ വാഹിദു, ഏകനായ, വാഹിദായ, ഒറ്റയായ, ഏകനായ അല്ലാഹുവാണോ? അൽ ഖഹാർ, എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ആ ഏക ദൈവമാണോ ഖൈറായിട്ടുള്ളത്? ഖഹാർ എന്നുള്ളത് ഖഹറിൽ നിന്ന് വന്നതാണ്. ഖഹറ യഖ്ഹറു ഖഹറ, ഖഹറ യഖ്ഹറു ഖഹറ, അതിജയിക്കുക, എല്ലാറ്റിനെയും തോൽപ്പിച്ച് അതിജയിച്ച് നിൽക്കുന്നതിനാണ് ഖഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഖാഹിർ, ഖാഹിർ എന്ന് പറഞ്ഞാൽ അതിജയിച്ച് നിൽക്കുക. ഖഹാർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്ന, എല്ലാവരെയും തോൽപ്പിക്കാൻ ശക്തിയുള്ള, അൽ അസീസ്, പ്രതാപി എന്നാണ് അൽ ഖഹാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു വാഹിദാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖഹാറാണ്. ഇങ്ങനെ ഏകനായ, എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്ന അള്ളാഹുവാണോ ഖൈർ, അതല്ല വിഭജിക്കപ്പെട്ട ഒരുപാട് അർബാബുകളാണോ ഖൈർ എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു. ഇത് വളരെ ഗംഭീരമായ ഒരു ചോദ്യമാണ്, വളരെ ഗംഭീരമായ ഒരു ചോദ്യമാണ്. കാരണം ഷിർക്കിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. അല്ലാഹു അല്ലാത്ത ഒരാളെ കൂടി ഇലാഹായി സങ്കൽപ്പിക്കുന്നതോടുകൂടി പിന്നെ എണ്ണത്തിന് പ്രസക്തിയില്ലാതെയായി തീരുകയാണ്. പിന്നെ തീർത്തും ബഹുദൈവത്വത്തിലേക്കാണ് പോകുന്നത്. കാരണം അള്ളാഹുവിന് പുറമെ ഒരു ശക്തി ഉണ്ട് എന്നൊരാൾ വാദിക്കുന്നതോടുകൂടി പിന്നെ 2ലോ 3ലോ അത് നിൽക്കുകയില്ല. 3 300 300 3000 മാറും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നാലിന്ന ആൾ രക്ഷകൻ എന്നുള്ള ഒരു സങ്കല്പമേ പിന്നെ ഷിർക്കിൻ്റെ ആളുകൾക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫകഅന്നമാ ഖറ മിനസ്സമാ, ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. എവിടെയും ഒരു പിടുത്തുണ്ടാവില്ല. കുറേ കാലം ഒരു ദൈവത്തെ ആരാധിക്കും, വിചാരിച്ചതൊന്നും കിട്ടില്ലെങ്കിൽ അടുത്ത ദൈവത്തെ ആരാധിക്കും, അവിടെ ഒന്നും കിട്ടില്ലെങ്കിൽ അടുത്ത ദൈവത്തെ ആരാധിക്കും. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കും. മാത്രമല്ല സൃഷ്ടികൾക്ക് ദിവ്യത്വം, ഉലൂഹിയത്ത് വകവെച്ചു കൊടുക്കുന്നതിലൂടെ അത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ പരിമിതമാകാവൂ എന്ന് പറയാൻ തെളിവുമില്ല. അപ്പോൾ പിന്നെ എന്താകും? വലിയകളെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നവർ ഔലിയാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്, അവരൊക്കെ വിളിക്കാം. അതുകൊണ്ട് തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാം, ബദരീങ്ങളെല്ലാവരെയും വിളിക്കാം, എല്ലാ നബിമാരെയും വിളിക്കാം, എല്ലാ മലക്കിനെയും വിളിക്കാം, എല്ലാ ജിന്നിനെയും വിളിക്കാം, എല്ലാവരെയും വിളിക്കാം. കാരണം അള്ളാഹുവിന് പുറമെ സൃഷ്ടികൾക്ക് പ്രാർത്ഥന കേൾക്കാനും ഉത്തരം നൽകാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതോടുകൂടി സൃഷ്ടികളുടെ എണ്ണം എമ്പാടുമുണ്ട്. ആ എണ്ണത്തിനനുസരിച്ച് ദൈവങ്ങളും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ബഹുദൈവാരാധകർക്ക് എവിടെയും ഒരു പിടുത്തമില്ല. അവർക്ക് പ്രത്യേകമായ ഒരു നിയതമായ ആദർശമില്ല. ആ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അർബാബുൻ മുതഫർരിഖൂൻ, വ്യത്യസ്തങ്ങളായ ഒരുപാട് ദൈവങ്ങളാണോ? അതല്ല അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണോ ഖൈർ?
അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് അർബാബുൻ മുതഫർരിഖൂൻ എന്ന് പറഞ്ഞാൽ അത് വുജൂദിൽ ഉണ്ട് എന്ന അർത്ഥത്തിലാണോ? ഒരുപാട് ദൈവങ്ങളുണ്ട്, അപ്പോൾ ഒരുപാട് എണ്ണാണോ അതല്ല ഒന്നാണോ വേണ്ടത് എന്ന അർത്ഥത്തിലാണോ? അല്ല, മറിച്ചത് അവരുടെ തിയറി പ്രകാരം പ്രത്യേകിച്ച് അവർക്ക് മനസ്സിലാകും. കാരണം റബ്ബ് എന്നത് ചില മുഫസ്സിരിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അക്കാലഘട്ടത്തിൽ മുതലാളിമാർക്ക്, യജമാനന് ആ വേർഡ് ഉപയോഗിക്കൽ അനുവദനീയമാണ്. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫിൽ പല സ്ഥലങ്ങളിലും റബ്ബ് എന്ന് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് 42-ാമത്തെ ആയത്തിൽ കാണാം, വഖാല ലില്ലദീ ളന്ന അന്നഹു നാജിം മിൻഹും അദ്കുർനി ഇൻദ റബ്ബിക. നിന്റെ റബ്ബിൻ്റെ അടുത്ത് പോയി നിന്റെ കാര്യം പറയണം. അള്ളാൻ്റെ അടുത്ത് പോയി പറയണം എന്നാണോ? അല്ല, രാജാവിൻ്റെ അടുത്ത് പോയി പറയണം എന്നാണ്. അപ്പോൾ അവിടെ രാജാവിന് ഉപയോഗിച്ച വേർഡ് എന്താണ്? റബ്ബ്. അതേപോലെ തന്നെ ഖാല മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്. അധിക തഫ്സീറിലുമുള്ളത് അത് ആ യജമാനനെ കുറിച്ച്, അസീസിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പം എന്താണ് ഉപയോഗിച്ച വേർഡ്? റബ്ബ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആൾക്ക് ഒരുപാട് മുതലാളിമാരുണ്ടാവുകയും ഓരോ മുതലാളിയും വ്യത്യസ്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. എന്നാൽ വേറൊരാൾക്ക് ഒരൊറ്റ മുതലാളിയേ ഉള്ളൂ. അതാകട്ടെ ആ നാട്ടിലെ വലിയ ആധിപത്യമുള്ള ആളാണെങ്കിൽ ഇതിൽ ഏതാണ് ഖൈർ എന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവും, ഒരുപാട് മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്നതിനേക്കാൾ ഖൈറും സുരക്ഷിതത്വവും സമാധാനവും ഒരൊറ്റ മുതലാളിയുടെ കീഴിൽ ഉണ്ടാകുമ്പോഴാണ്. എങ്കിൽ അതേപോലെ നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലാണ് നിങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും. അതിനപ്പുറത്തുള്ളതെല്ലാം നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങൾ മാത്രമാണ്. അതിലൂടെ നിങ്ങൾക്ക് ഉള്ള നിർഭയത്വവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശിർക്ക് ഭയം നൽകുമ്പോൾ തൗഹീദ് നിർഭയത്വം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും അതിൽ ഒരു നിലക്കും ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്കാണ് നിർഭയത്വമുള്ളത്. അപ്പോൾ ഷിർക്കിൻ്റെ ആളുകൾക്ക് നിർഭയത്വമല്ലുള്ളത്, അവർക്ക് ഭയപ്പാടാണുള്ളത്. അവർക്കൊരുപാട് ഇലാഹുകളെ പ്രീതിപ്പെടുത്തണം, അവർക്ക് ഒരുപാട് ഇലാഹുകളെ ഭയപ്പെടുകയും വേണം. അപ്പോൾ ഒരാളെ വിട്ട് മറ്റൊരാളടുത്തേക്ക് പോയാൽ ഇന്നാളുടെ കോപമുണ്ടാകുമോ എന്നുള്ള പേടിയുണ്ട്. ഷിർക്കിൻ്റെ ആളുകൾക്ക് അങ്ങനെയാണ്. ഒരു കേന്ദ്രം വിട്ട് മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോയാൽ ഇന്ന ദൈവത്തിൻ്റെ ഗുരുത്തക്കേടുണ്ടാകും, ഇന്ന ദൈവത്തിൻ്റെ കോപമുണ്ടാകും. അവിടുന്ന് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയാൽ ആ ദൈവത്തിൻ്റെ കോപമുണ്ടാകും. ഇങ്ങനെ ഒരുപാട് ദൈവങ്ങളെ ഭയപ്പെടുന്ന അവസ്ഥയല്ലാതെ ഒരിക്കലും അവർക്ക് നിർഭയത്വം ഉണ്ടാകുന്നില്ല. നിർഭയത്വം ഉണ്ടാകുന്നത് തൗഹീദിൻ്റെ ആളുകൾക്കാണ്. അപ്പോൾ ഒരുപാട് മുതലാളിമാരുടെ കീഴിൽ നിൽക്കുന്നതിനേക്കാൾ ഒരൊറ്റ എല്ലാ അധികാരവുമുള്ള ഒരു മുതലാളിയുടെ കീഴിൽ നിൽക്കലാണ് എന്നുള്ളത് ഭൗതികമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അതിന് സമാനമാണ് സങ്കല്പിച്ചുണ്ടാക്കുന്ന ദൈവങ്ങൾക്ക് വഴങ്ങുന്നതിനേക്കാൾ സാക്ഷാൽ ആരാധ്യനായ വാഹിദായ ഖഹാറായ ഉന്നതമായ അസ്മാകളുടെയും സിഫാത്തുകളുടെയും ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക, അവൻ്റെ അടിമകളായി അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവനോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ട് ജീവിക്കുക. അല്ലാതെ ഇവിടെ ഒരിക്കലും ആ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ എന്ന് പറഞ്ഞാൽ മുതഫർരിഖീങ്ങളായ ഒരുപാട് റബ്ബുണ്ട് എന്ന അർത്ഥത്തിലാണോ? അല്ല, അങ്ങനെ ഒരു റബ്ബില്ല. അല്ലാഹു അല്ലാതെ വേറെ റബ്ബില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ഇവിടെ നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ എന്ന അർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായ ആശയമാണ്. തൗഹീദിനെ സ്ഥാപിക്കുവാൻ മാത്രമല്ല അള്ളാഹു ഏകനാണ് എന്നതിൻ്റെ യുക്തിഭദ്രമായ തെളിവ് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ, അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമി മുഴുവൻ ഫസാദായി പോകും, ആകാശലോകങ്ങൾ ഫസാദായി പോകും. കാരണം ഓരോരുത്തരും റബ്ബാണ്, ഓരോരുത്തരും മുതലാളിയാണെങ്കിൽ അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകും, അവർ തമ്മിൽ ഐക്യമുണ്ടാവുകയില്ല. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള ആ ഒരു സന്തുലിതാവസ്ഥ അപകടത്തിലാകും. ഒരേ അധികാരമുള്ള ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും. അവ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഈ പ്രപഞ്ചത്തിന് സ്ഥായീഭാവം ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെയൊന്നില്ല, മറിച്ച്
ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ. ഈ തൗഹീദിൻ്റെ വളരെ വലിയ ഒരു ആശയം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. യാ സ്വാഹിബയ സിജ്നി അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ മുതലാളിമാരെ, സയ്യിദുമാരെ റബ്ബ് എന്ന് വിളിക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഒരാളെയും റബ്ബ് എന്ന് പറയരുത്, എൻ്റെ റബ്ബാണെന്ന ആൾ എന്ന് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ പറയരുത്. ഭാഷയിൽ അനുവാദമുണ്ടെങ്കിലും നിങ്ങളത് പറയരുത്. അതേപോലെ തന്നെ ഒരു മുതലാളിയും തൻ്റെ കീഴിലുള്ള ആളെ അബ്ദ് എന്ന് പറയരുത്, അബ്ദ് എന്ന് പറയരുത്. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ അർബാബാണ്, ഇത് ഇന്നാളുടെ അർബാബാണ് എന്ന വാക്ക് സൂക്ഷ്മത ഇല്ലാത്ത വേർഡാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയ വേർഡാണ്. ഭാഷയിൽ ഒരു പക്ഷേ അവരതൊന്നും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. മുതലാളി എന്ന അർത്ഥത്തിൽ, മുദീർ എന്ന അർത്ഥത്തിലൊക്കെ ആയിരിക്കും പറയുന്നത്. എന്നാലും ഇവിടെ ഉപയോഗിച്ച വേർഡ് നോക്കൂ നിങ്ങൾ, അർബാബുൻ മുതഫർരിഖൂൻ ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അതുകൊണ്ട് തന്നെ അർബാബാണ്, എൻ്റെ റബ്ബാണ് എന്ന് പറയുന്നത് സൂക്ഷ്മതയില്ലാത്ത കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. വാക്കുകൾ കൊണ്ടുള്ള ഷിർക്കിൽ, ഖൗലിയായ ഷിർക്കിൽ ധാരാളം പണ്ഡിതന്മാർ അതിനെ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഖൗലിയായ ഷിർക്കിൽ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. ശേഷം അർബാബുൻ മുതഫർരിഖൂൻ എന്ന് പറഞ്ഞത് വുജൂദിൽ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. മാ തഅബുദൂന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. അബദ യഅബുദു ഇബാദതൻ. മാ തഅബുദൂന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. ഇല്ലാ അസ്മാഅൻ, ചില പേരുകൾക്കല്ലാതെ, അല്ലെങ്കിൽ ചില പേരുകളല്ലാതെ. ഇസ്മിൻ്റെ ജംആണ് അസ്മാ. സമ്മൈതുമൂഹ, ആ പേരുകൾ അവക്ക് നിങ്ങൾ നൽകിയതാണ്. സമ്മ യുസമ്മി തസ്മിയ, പേര് നൽകുക. സമ്മൈതുമൂഹ, അവർക്ക് പേര് നൽകിയത് അൻതും, നിങ്ങളും ആബാഉക്കും, നിങ്ങളുടെ പൂർവ്വപിതാക്കളും വിളിച്ചു പോരുന്ന ചില പേരുകൾ മാത്രമാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല, ബിഹാ ആ പേരുകൾക്ക് അല്ലെങ്കിൽ ആ ഇലാഹുകൾക്ക്, മിൻ സുൽത്താൻ ഒരു പ്രമാണവും. സുൽത്താൻ എന്ന് പറഞ്ഞാൽ പ്രമാണം, രേഖ, തെളിവ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു യാതൊരു രേഖയും അവതരിപ്പിച്ചിട്ടില്ലാത്ത ചില പേരുകൾ ഇട്ടുകൊണ്ട് നിങ്ങൾ അവരെ വിളിക്കുകയാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഇനിൽ ഹുക്മു വിധിയില്ല, ഇല്ലാ ലില്ലാഹ് അള്ളാഹുവിൻ്റെതല്ലാതെ. അഥവാ വിധിക്കാൻ ഉള്ള അധികാരം ആർക്കേ ഉള്ളൂ? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഹുക്മ് വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കുമില്ല. അതുകൊണ്ട് അള്ളാഹു എന്തു വിധിക്കുന്നു? അമറ, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അമറ യഅ്മുറു അംറൻ, അമറ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുതെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. കാരണം കൽപ്പിക്കാനുള്ള അധികാരം, ശർഈയായ ഹുക്കുമുകൾക്കുള്ള അധികാരം ആർക്ക് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാകുന്നു നേരായ മതം. ദാലിക അത്, അദ്ദീൻ അതാണ് ശരിയായ മതം. അൽ ഖയ്യിം, ഖയ്യിമായത്. ഖയ്യിം എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുന്നത്, ഇഖാമത്തുള്ളത്, മുസ്തഖീമായത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ മതം. ശരിയായ മതം എന്ന് പറഞ്ഞാൽ ഏകദൈവ ആരാധനയാണ്. തെറ്റായ മതം എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധനയാണ്. ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ എല്ലാ ആദർശങ്ങളും തെറ്റാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരേ ഒരു മതമേ ഉള്ളൂ, അത് ഇസ്ലാം മാത്രമാണ്. കാരണം ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഏകനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ആദർശമാണ്. ഒരേ ഒരു മതമേ ഉള്ളൂ. ബാക്കി എല്ലാ മതങ്ങളും മനുഷ്യനിർമ്മിത മതങ്ങളാണ്.
ബാക്കി എല്ലാ മതങ്ങളും മനുഷ്യനിർമ്മിത മതങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിമു വലാകിന്ന, പക്ഷേ അക്സറന്നാസ്, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ലാ യഅലമൂൻ, അവർ ഈ വിഷയം പഠിക്കുന്നില്ല. അലിമ യഅലമു ഇൽമൻ, മനുഷ്യരിൽ അധികം ആളുകൾക്കും ഈ ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചുള്ള അറിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈന, ഏറ്റവും വലിയ ഫദ്ല് തൗഹീദാണെങ്കിൽ ഏറ്റവും വലിയ ഇൽമ് എന്ന് പറയുന്നത് തൗഹീദിനെ കുറിച്ചുള്ള ഇൽമാണ്. ഏറ്റവും വലിയ ജഹ്ല്, അജ്ഞത എന്ന് പറയുന്നത് തൗഹീദിനെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ്. ഏറ്റവും വലിയ അറിവില്ലായ്മ തൗഹീദിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ഈ സത്യം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇവിടെ അള്ളാഹുവിന് പുറമെ മറ്റു പലർക്കും ഇബാദത്ത് ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഒരു രേഖയും അള്ളാഹു ആ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹ അൻതും വ ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ ഉപ്പമാരും നൽകിയ ചില പേരുകളെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നിലവിൽ യാതൊരു പേരുമില്ലാതെ ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില വസ്തുക്കൾക്ക് പേരിട്ട് വിളിച്ചിട്ട് അവരെ ആരാധിക്കുന്നത് മാത്രമാണ് ഷിർക്ക് എന്നാണോ? കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇബാദത്ത് ചെയ്യുന്നവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് ജനങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ പേരല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ, നബിയോട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട പേരല്ല. മലക്കുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട പേരല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിലവിൽ പേര് സ്ഥാപിക്കപ്പെട്ടവരാണെങ്കിൽ അവരെ ആരാധിക്കാം, എന്നാൽ പേരുകളൊന്നുമില്ലാതെ നിങ്ങൾ കെട്ടിച്ചമച്ച പേരാണെങ്കിൽ പാടില്ല എന്നാണോ? അല്ല, അതല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം. മറിച്ച് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഗ്രഹാരാധകരായ ആളുകളുടെ പ്രവർത്തനമാണ്. കാരണം എന്താണ്? ഒരു കല്ല്, അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാം അതിൽ ഉൾപ്പെടും. ഒരു കല്ലിനൊരു രൂപമുണ്ടാക്കിയിട്ട് പറയാണ് ഇത് ഈസാ നബി എന്ന് പറഞ്ഞാൽ അത് ഈസാ നബി ആവുമോ? ആവൂല. ഒരു ചിത്രമുണ്ടാക്കിയിട്ട് ഒരു ചിത്രം വരച്ചിട്ട് അത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അത് ആ ആളായി മാറുമോ? ആവൂല. മറിച്ച് സ്വന്തമായ സങ്കല്പത്തിൽ വിഗ്രഹങ്ങൾ കൊത്തി ഉണ്ടാക്കിയിട്ട് അതിന് പേര് നൽകുന്നു. ചില പേരുകൾ ഉള്ളവരുടേതാകാം. ഇബ്രാഹിം നബിയുടെ വിഗ്രഹമുണ്ടായിരുന്നു, ഇബ്രാഹിം നബിയുടെ പേരുള്ളതാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഗ്രഹമുണ്ടായിരുന്നു, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരുള്ളതാണ്. പക്ഷേ തങ്ങളുടേതായ സങ്കല്പപ്രകാരം മരത്തിലും കല്ലിലും രൂപങ്ങൾ കൊത്തിയുണ്ടാക്കിയിട്ട് ഇത് ഈസാ നബിയാണ്, ഇത് ഇബ്രാഹിം നബിയാണ്, ഇത് ഇസ്മായിൽ നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹങ്ങളെ ആരാധിക്കൽ, ആ ചിത്രങ്ങളെ ആരാധിക്കൽ നിങ്ങൾ കണ്ടുപിടിച്ച ഒരു കാര്യം മാത്രമാണ്. അള്ളാഹു അതിന് പ്രമാണം അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഉള്ള പേരാണെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയ പേരാണെങ്കിലും നിങ്ങളുടെ ആ ആദർശമാണ് മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു ഒരു സുൽത്താനും അവതരിപ്പിക്കാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ പറഞ്ഞില്ലേ, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖറ അലകുമുൽ ദക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉക്കും. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും നൽകിയ കുറച്ച് പേരാണ്. കാരണം എന്താണ്? അവർ അള്ളാ എന്ന പേരിൽ നിന്ന് അതിന് സ്ത്രീലിംഗ രൂപം നൽകിയിട്ട് വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് ഇത് ലാത്തയാണെന്ന് പറഞ്ഞു. അള്ളാ എന്നതിൽ നിന്ന് അതിന് തഅനീസിന്റെ താ നൽകിയിട്ട് പറഞ്ഞു ഇത് ലാത്തയാണെന്ന് പറഞ്ഞു. അസീസ് എന്നതിൽ നിന്ന് പേര് മാറ്റിയിട്ട് ഉസ്സ എന്ന് പറഞ്ഞു. മന്നാൻ എന്ന പേരിന് ചെറിയ മാറ്റം വരുത്തിയിട്ട് മനാത്ത എന്ന് പറഞ്ഞു. നിങ്ങളുണ്ടാക്കിയ പേരാണ്. അതോടൊപ്പം അവർ ജീവിച്ചിരുന്ന ചില ആളുകളാണ് എന്ന അഭിപ്രായമുണ്ട്. ലാത്തയെ സംബന്ധിച്ച് അവിടെ ജീവിച്ചിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്താണെങ്കിലും ശരി, രണ്ടാണെങ്കിലും ശരി,
വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കിയിട്ട് അതിന് പേര് നൽകിയിട്ട് ഇവർ ആരാധ്യരാണ് എന്ന് പറയുന്നതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ എന്ന് പറഞ്ഞത്. അത് ഖബറുകൾക്കും ബാധകമാണ്. ഒരാളുടെ ജാറം കെട്ടിപ്പൊന്തിച്ചിട്ട് ഇത് ഇന്നാലിന്ന ആളുടെ ജാറമാണ്, അത് ഇന്നാളുടെ മക്ബറയാണെന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പിന്നെ ഇന്നാളുടെ ജാറമാണ്, ആ വ്യക്തിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തിയോട് ഇസ്തിഗാസ നടത്തിയാൽ, ആ വ്യക്തിയെ ശുപാർശകനായി വെച്ചാൽ പരലോകത്ത് ഉപകാരപ്പെടുമെന്നുള്ളത് മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു പ്രമാണം അവതരിപ്പിക്കാത്ത വാദമാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ പറഞ്ഞു, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ എന്തിനാണ് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവർക്ക് നേർച്ചയാക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയും ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. ആ ശുഫആ എന്ന ഇസ്മ അവർ കൊടുത്ത പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും പടച്ച റബ്ബിന് അറിയാത്തത് നിങ്ങൾ റബ്ബിനെ അറിയിക്കുകയാണോ? നിങ്ങൾ സങ്കല്പിക്കുന്ന പ്രകാരമുള്ള ഒരു ശഫാഅത്തുമില്ല, അങ്ങനെ ഒരു ശുപാർശകരുമില്ല. അതാണ് ഉദാഹരണത്തിന് മാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഷഫീഇൻ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ഷഫീ ഇല്ല എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷേ അതേ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് സ്ഥിരപ്പെട്ട ഷഫാഅത്താണ്. അമ്പിയാക്കൾക്ക് ഷഫാഅത്തുണ്ട്, സാലിഹീങ്ങൾക്ക് ഷഫാഅത്തുണ്ട്, ശുഹദാക്കൾക്ക് ഷഫാഅത്തുണ്ട്, മലക്കുകൾക്ക് ഷഫാഅത്തുണ്ട്, അള്ളാഹുവിന് പോലും ഷഫാഅത്തുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ഷഫാഅത്ത് എന്ന് പറയുന്നത് അള്ളാഹു വേറൊരാളോട് അള്ളാഹുവെ രക്ഷിക്കണമെന്ന് പറയലല്ല, അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ഷാഫി ഇല്ല എന്ന് പറയുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് പറയും ഈ ഉമ്മത്തിനെന്ന് പറയുന്നു. ഇത് കോൺട്രഡിക്ഷൻ ആണോ, വൈരുദ്ധ്യമാണോ? അല്ല. മറിച്ച് മാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഷഫീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഖീദ പ്രകാരമുള്ള ഒരു ഷഫാഅത്ത് പരലോകത്തില്ല. എൻ്റെ മുരീദാരും നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ മുരീദായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടും. നമസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്കൊക്കെ ഇന്ന ആളുടെ മുരീദായാൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന അഖീദ പ്രകാരമുള്ള ഒരു ഷഫാഅത്തും അങ്ങനെ ഒരു ഷാഫിയുമില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് ഹഖീഖത്താണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ അതിൻ്റെ കൂടെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പേരിട്ടിട്ട് നിങ്ങൾ ആരാധിക്കുന്ന, അതല്ലെങ്കിൽ ത്രിയേകത്വത്തിൽ ഒരാളായി ഈസാ നബിയെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആ പേര് വിളിക്കുമ്പോൾ അങ്ങനെ ഒരു ഇസ്മ അള്ളാഹു സ്ഥിരപ്പെടുത്തിയിട്ടില്ല. അതാണ് ഉദ്ദേശം. അപ്പോൾ ആ വേർഡ് ഇല്ല എന്നല്ല, ആ വേർഡ് ഉള്ളതാവാം ഇല്ലാത്തതാവാം. പക്ഷേ ആ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വിശ്വാസം വിശ്വസിക്കുന്നുണ്ട്, ഒരു അഖീദ നിങ്ങൾക്കുണ്ട്. ആ അഖീദക്ക് പ്രമാണമില്ല, അത്തരത്തിലുള്ള ഒരു ശുപാർശയില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്നത്. അതേപോലെ തന്നെ അവർ പറഞ്ഞു മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അവർക്ക് ഇബാദത്ത് ചെയ്താൽ, അവർക്ക് നേർച്ചയാക്കിയാൽ, അവർക്ക് വഴിപാടുകൾ അർപ്പിച്ചാൽ അവർ അള്ളാഹുവിലേക്ക് ഇവരെ അടുപ്പിക്കുമെന്ന വിഷയത്തിൽ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു പ്രമാണം അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു കാണുന്നത് പോലെ കാണാൻ ഔലിയാക്കൾക്ക് സാധിക്കും. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നത് പോലെ പ്രാർത്ഥന കേൾക്കാൻ മലക്കുകൾക്കോ ജിന്നുകൾക്കോ വലിയകൾക്കോ നബിമാർക്കോ സാധിക്കുമെന്ന് പറഞ്ഞാൽ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അതിലൊന്നും അള്ളാഹു പ്രമാണം അവതരിപ്പിച്ചിട്ടില്ല. ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ചോദിച്ചാൽ ഷിർക്കാവൂല. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. സമതെന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചാലേ ഷിർക്കാവൂ. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ഇങ്ങനെ മനുഷ്യന്മാർ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് ഇസ്തിഗാസ നടത്താൻ വേണ്ടി, ഇസ്തിആന ചെയ്യാൻ വേണ്ടി, അവരോട് ദുആ ചെയ്യാൻ വേണ്ടി, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ വേണ്ടി മനുഷ്യന്മാർ ഉണ്ടാക്കിയ സങ്കല്പങ്ങളെല്ലാം പ്രമാണവിരുദ്ധവും പ്രമാണത്തിലില്ലാത്തതുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇക്കാര്യമാണ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ജയിലിലുള്ള സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. മാ തഅബുദൂന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ഇല്ല അസ്മാഅൻ, ചില പേരുകളാണ്. കല്ലുകളിലും മരങ്ങളിലും കൊത്തിയുണ്ടാക്കി പേരിടുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില ആദർശങ്ങൾ,
സമ്മൈതുമുഹാൻ തുവ ആബാവുക്കും, നിങ്ങളും നിങ്ങളുടെ ഒപ്പമാരും കൊടുത്ത പേരുകളും ആദർശങ്ങളുമാണ്, പ്രമാണത്തിലില്ല. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു ഒരു പ്രമാണവും ആ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്, അതേത് വിഷയത്തിലും. എന്നാൽ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ വിഘടിത ഗ്രൂപ്പ് ഉണ്ടായത്. ആരാണവർ? ഖവാരിജികൾ. ഖവാരിജികൾ പറഞ്ഞു, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കാത്തവൻ കാഫിറാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഹാക്കിമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എവിടെയെല്ലാം ഇസ്ലാമികമായ കൃത്യമായ ഖുർആനും സുന്നത്തും അനുസരിച്ച് വിധിക്കപ്പെടുന്നുണ്ടോ അവിടെ മാത്രമാണ് തൗഹീദുള്ളത്. അതിൽ നിന്ന് എപ്പോൾ തെറ്റുന്നുവോ അവിടെ തൗഹീദില്ല, അവിടെ തൗഹീദില്ല. അതുകൊണ്ട് തൗഹീദ് സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഭൂമിയിൽ മുഴുവൻ ഇസ്ലാമിക ഭരണമുണ്ടാകണം തുടങ്ങിയിട്ടുള്ള തെറ്റായ ധാരാളക്കണക്കിന് പിഴച്ച വാദങ്ങൾ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പല വിഭാഗങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കുക, പറഞ്ഞത് ശരിയാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിന് തന്നെയാണ് ഏത് വിഷയത്തിലും വിധിക്കാനുള്ള അല്ലെങ്കിൽ അതിലെ നിയമം പറയാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. കാരണം അലാ ലഹുൽ ഖൽഖു വൽ അംർ, അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിക്കുവാനും കൽപ്പിക്കുവാനുമുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കാണുള്ളത്? റഹ്മാനായ റബ്ബിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ആ സ്രഷ്ടാവിന് മാത്രമേ നിയമം പറയാനും ആത്യന്തികമായി അധികാരമുള്ളൂ. എന്നാൽ ആ റഹ്മാനായ റബ്ബ് ഓരോ വിഷയത്തിലും അതിൻ്റെ ഹദ് എത്രയാണ്, ഇന്ന വിഷയത്തിൽ ഇന്നതാണ് നിയമം, ഇന്ന വിഷയത്തിൽ ഇന്നതാണ് നിയമം എന്ന് ആര് പറഞ്ഞതുകൊണ്ടാണ് നാം അത് സ്വീകരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ടാണ്. ഉദാഹരണത്തിന് 5 വക്ത് നമസ്കാരം, ഈ നമസ്കാരത്തെ 2 റക്അത്ത് സുബൈ, 4 റക്അത്ത് ളുഹർ, 4 റക്അത്ത് അസർ, 3 റക്അത്ത് മഗ്രിബ്, 4 റക്അത്ത് ഇശ, ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് പാടുണ്ടോ? പാടില്ല. ഒരു മാറ്റവും ഒരു നാട്ടിലും ഒരാൾക്കും പാടില്ല. എന്നാൽ നിങ്ങൾക്ക് 2 റൂമുള്ള വീടുണ്ടാക്കണോ 3 റൂമുള്ള വീടുണ്ടാക്കണോ, അത് വാർപ്പാവണോ അതല്ല ഓടാവണമോ ഓലയാവണമോ, ഇനി ഒന്നും വേണ്ട, റൂഫ് തന്നെ വേണ്ടെന്നാണോ? അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുന്നു. മതവിരുദ്ധമാവാതിരുന്നാൽ മതി, ഹറാമാവാതിരുന്നാൽ മതി. അപ്പോൾ ചില വിഷയങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് പോകാനേ പാടില്ല. നമ്മുടെ ഇഷ്ടത്തിന് അവിടെ പ്രസക്തിയേയില്ല. ഏതുപോലെ മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു മുഅ്മിനായ ആണിനോ ഒരു മുഅ്മിനായ പെണ്ണിനോ അല്ലാഹുവും റസൂലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അതിൽ സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ല. അവിടെ പിന്നെ സ്വന്തമായൊരു അഭിപ്രായം പാടില്ല. അതുകൊണ്ടാണ് ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഷൂറ കൂടി ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റൂല. ഈ വർഷം ശിർക്കായത് 10 കൊല്ലം കഴിഞ്ഞാൽ തൗഹീദാവാൻ പാടില്ല. ഒരു കാലത്ത് തൗഹീദായത് പിന്നീട് ശിർക്കാവാൻ പാടില്ല. ദീനിൻ്റെ കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. പടച്ച റബ്ബിൻ്റെ പെർമിഷൻ ഇല്ലാതെ ശരീഅത്തിൽ മതനിയമങ്ങൾ ഉണ്ടാക്കുന്ന പങ്കാളികൾ അവർക്കുണ്ടോ? അപ്പം ശരീഅത്തിൽ ഷൂറയില്ല. എന്നാൽ അതേ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ അംറുഹും ശൂറാ ബൈനഹും. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിച്ചോളൂ, നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിച്ചോളൂ. അംറുഹും ഷൂറാ ബൈനഹും. അപ്പം നിങ്ങളുടെ കാര്യങ്ങളുണ്ട്, റബ്ബിൻ്റെ കാര്യമുണ്ട്.
അതാണ് മതത്തിൻ്റെ കാര്യം. മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അതിനപ്പുറത്ത് പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ എന്താണോ ഉള്ളത് അതിനപ്പുറത്ത് പോകാൻ പാടില്ല. എന്നാൽ ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കാം. നിങ്ങൾക്ക് കൂടിയാലോചിച്ചിട്ട് എന്ത് കച്ചവടമാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ഡ്രസ്സിൻ്റെ കച്ചവടമാണോ, സ്വർണത്തിൻ്റെ കച്ചവടമാണോ, കാറിൻ്റെ കച്ചവടമാണോ, തീരുമാനിക്കാം. കല്യാണമുണ്ട്, അപ്പോൾ കല്യാണത്തിന് എന്താണ് വിഭവമായി വിളമ്പേണ്ടത്? കോഴി ബിരിയാണി എന്ന് തീരുമാനിച്ചാൽ കോഴി ബിരിയാണി. എന്നാൽ ഉളുഹിയത്തിന് കോഴി നടക്കാൻ പറ്റുമോ? ഉളുഹിയത്തിന് കോഴിയെ അറക്കാൻ പറ്റൂല. എന്നാൽ കല്യാണ പാർട്ടിക്ക് കോഴിനെ അറക്കാം. എന്തുകൊണ്ട്? അത് ഇസ്ലാം അങ്ങനെയാണ് ആ വിഷയം പഠിപ്പിച്ചത്. എന്നാൽ ഒരു വിഭാഗം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചപ്പോൾ എവിടേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടായി? മതപരമല്ലാത്ത വിഷയങ്ങളിലും മനുഷ്യനെ ആരെങ്കിലും തീരുമാനിക്കാനുള്ള അധികാരം കൊടുത്താൽ, ഹാക്കിമാക്കിയാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തിനെതിരാണ് എന്നവർ തെറ്റിദ്ധരിച്ചു. സഹാബികൾക്കിടയിലുണ്ടായ അവരിലൊരു ന്യൂനപക്ഷത്തിൽ, എന്നാൽ മഹാഭൂരിപക്ഷവും അതല്ലാത്തവരായിരുന്നു. എന്നിരുന്നാലും ശരി, ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ മധ്യസ്ഥത്തിനു വേണ്ടി രണ്ട് കക്ഷികളിൽ നിന്ന് ഓരോ ആളുകളെ വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അങ്ങനെ മധ്യസ്ഥന്മാർ തീരുമാനിക്കാൻ പറ്റൂല, ഹുക്ം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ. അതുകൊണ്ട് തന്നെ മധ്യസ്ഥന്മാരെ വെച്ചത് ശരിയല്ല, അത് കുഫറാണ്. അതുകൊണ്ട് മധ്യസ്ഥത സ്വീകരിച്ചവർ കാഫിറുകളാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് ഖവാരിജികൾ അന്നുണ്ടായി. അതിൻ്റെ പിന്മുറക്കാരായ ആളുകൾ എക്കാലഘട്ടത്തിലും എല്ലാ നാട്ടിലും കാണാം. ശ്രദ്ധിക്കുക, ഇത്തരം ആയത്തുകൾ നാം കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തൊട്ടടുത്ത വാചകത്തിൽ കാണാം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അമറ അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. പടച്ച റബ്ബിൻ്റെ ഹുക്മാണ്, ശർഈയായ ഹുക്മാണ്. അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. നിങ്ങൾ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. ദാലിക ദീനുൽ ഖയ്യിം. അതാണ് ശരിയായ മതം. ദാലിക ദീനുൽ ഖയ്യിം. അതാണ് ശരിയായ മതം, ഇസ്ലാം. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇഖ്ലാസോടുകൂടി നമസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളും നിർവഹിക്കുന്നതാണ് ശരിയായ മതം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ. ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിച്ചാൽ അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടൂല. അപ്പം ചില ആളുകൾ ചോദിക്കും, അത് ഇസ്ലാമിൻ്റെ റിജിഡിറ്റിയല്ലേ കാണിക്കുന്നത്, ഇസ്ലാമിൻ്റെ സങ്കുചിതത്വം, അഥവാ ഇസ്ലാം മാത്രമാണ് ശരി. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ. ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഇവിടെ ഒരുപാട് മതങ്ങളുണ്ടല്ലോ, ഇവിടെ ഒരുപാട് ദർശനങ്ങളുണ്ടല്ലോ. ഹൈന്ദവ മതമുണ്ട്, ക്രൈസ്തവ മതമുണ്ട്, യഹൂദ മതമുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്. അവിടെ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊരു ശരിയായ വിശാലമായ നിലപാടല്ല എന്ന് പല ആളുകളും പറയുന്നു. കാരണം അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഇസ്ലാം എന്ന് പറയുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ലോകം സ്വീകരിക്കുകയും ചെയ്ത നബിയിലൂടെ ലോകത്ത് വന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ മതം മാത്രം എങ്ങനെയാണ് ശരി? അതിനു മുമ്പേ വേറെ മതങ്ങളുണ്ടല്ലോ. ഇവിടെ ഹൈന്ദവ മതമാണ് ആദ്യം ഉണ്ടായത്, യഹൂദ മതമാണ് ആദ്യം ഉണ്ടായത് എന്ന് പറയുന്നു. സത്യത്തിൽ അവർ ഇസ്ലാമിനെക്കുറിച്ചും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഖുർആൻ ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മതമാണ് ഇസ്ലാം. അതിനുശേഷം ലോകത്ത് കടന്നു വന്ന എല്ലാ ആളുകളും, എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഇസ്ലാമാണ്. എന്നാൽ പിന്നീട് മറ്റു മതങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറ്റിയുണ്ടായതാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായം 213-ാമത്തെ ആയത്തിൽ കാണാം, കാന നാസു ഉമ്മതൻ വാഹിദ. സകല മനുഷ്യരും ഒരൊറ്റ സമൂഹമായിരുന്നു.
അഥവാ അലാ മില്ലത്തിൻ വാഹിദ. അതിൻ്റെ തഫ്സീറിൽ അങ്ങനെയുള്ളത്, ഒറ്റ മതം, തൗഹീദിൻ്റെ മതം മാത്രം. അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയെ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. ആദം നബി മുതൽ 10 തലമുറ അങ്ങനെയായിരുന്നു. 10 തലമുറ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചിട്ടില്ല, ഒരു മലക്കിനെയും വിളിച്ചിട്ടില്ല, ഒരു ജിന്നിനെയും വിളിച്ചിട്ടില്ല, ഒരു നബിയെയും വിളിച്ചിട്ടില്ല, ഒരു വലിയനെയും വിളിച്ചിട്ടില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന തലമുറയായിരുന്നു ആദ്യ തലമുറ. പിന്നെ അള്ളാഹുവിന് പുറമെ സ്വാലിഹീങ്ങളായ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുദൈവാരാധനാ സമ്പ്രദായം പിന്നീട് ഉടലെടുത്തതാണ്. അല്ലാതെ എല്ലാ മതങ്ങൾക്ക് ശേഷം അവസാനം വന്ന മതമല്ല ഇസ്ലാം. ഇസ്ലാമാണ് തുടക്കം. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. അങ്ങനെ ജനങ്ങൾ വഴിതെറ്റിയപ്പോൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനും താക്കീത് നൽകുവാനും വേണ്ടി പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിരന്തരമായി നിയോഗിക്കുകയുണ്ടായി. അവർക്ക് വേദഗ്രന്ഥങ്ങളും നൽകി. അപ്പോൾ വേദഗ്രന്ഥങ്ങളുടെ മുഴുവൻ സന്ദേശം തൗഹീദാണ്. പ്രവാചകന്മാരുടെ മുഴുവൻ സന്ദേശം തൗഹീദാണ്. ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും തൗഹീദാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അംഗീകരിച്ച മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. പിന്നീട് എല്ലാവരും തെറ്റിപ്പോയി മനുഷ്യർ വേറെ വേറെ മതങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ എന്നുള്ളത് സൂറത്തു ആലി ഇമ്രാനിലെ 3-ാം അധ്യായത്തിലെ 85-ാമത്തെ ആയത്താണ്. പക്ഷേ 84-ാമത്തെ ആയത്തിൽ എന്താ ഉള്ളത്? അതേപോലെ തന്നെ 83 മുതൽക്ക് തന്നെ കാണാം, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ എന്ന ആയത്ത് മാത്രം ഓതുമ്പോൾ ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. പക്ഷേ 83-ഉം 84-ഉം വായിച്ചാൽ 85 ക്ലിയർ ആവും. 83-ലുള്ളത് അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മാ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വകർഹാ വഇലൈഹി യുർജഊൻ. അള്ളാഹുവിൻ്റെ മതമല്ലാതെ അഫഗൈറ ദീനില്ലാഹ്, അള്ളാഹുവിൻ്റെ മതമല്ലാതെ മറ്റു വല്ല മതവുമാണോ യബ്ഗൂൻ മനുഷ്യരെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ അറിയണം, ഈ ദീൻ എന്ന് പറഞ്ഞാൽ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അനുസരണയോടുകൂടിയോ നിർബന്ധിതമായോ പ്രപഞ്ച സ്രഷ്ടാവിന് കീഴൊതുങ്ങിയിരിക്കുന്നു. അതാണ് അഫഗൈറ ദീനില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞത് വലഹു അസ്ലമ എന്ന് പറഞ്ഞാൽ ഇസ്ലാം. ഈ പ്രപഞ്ചം മുഴുവൻ ഏതൊരു ആദർശമാണോ സ്വീകരിച്ചത് അതാണ് ദീനുൽ ഇസ്ലാം എന്നാണ് പറയുന്നത്. സൂര്യൻ ആരുടെ നിയമമനുസരിച്ചാണ് നിലകൊള്ളുന്നത്? ചന്ദ്രന്റെ സഞ്ചാരം ആരുടെ നിയമമനുസരിച്ചാണ്? നക്ഷത്രങ്ങളും ഗാലക്സികളും ഈ മഹാപ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളുടെയും ചലനം, ഉദയങ്ങൾ, അസ്തമയങ്ങൾ ആരുടെ തീരുമാനപ്രകാരമാണ്? ആറ്റം മുതൽക്ക് സ്ഥൂല പ്രപഞ്ചവും സൂക്ഷ്മ പ്രപഞ്ചമടക്കം എല്ലാം ഏതൊരു സ്രഷ്ടാവിന് കീഴൊതുങ്ങിയാണോ നിലകൊള്ളുന്നത് അതേ സ്രഷ്ടാവിന് കീഴൊതുങ്ങുക എന്നതാണ് ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന വിശാലമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് 83-ാമത്തെ ആയത്ത് സൂറത്തു ആൽ ഇമ്രാനിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്ര നക്ഷത്രാദി ലോകങ്ങളെല്ലാം ഏതൊരു റബ്ബിന് കീഴൊതുങ്ങിയിരിക്കുന്നുവോ അതേ റബ്ബിനനുസരിച്ചുകൊണ്ട് മനുഷ്യന് വഴിപ്പെടുന്നതിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത്ത് വമാ ഊതിയ മൂസ വഈസ വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. പറയുക നബിയെ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ. പക്ഷെ അവിടെ മാത്രമാണോ? അല്ല, ഇതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട എല്ലാ വേദങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബിയിലും ഇസ്മായിൽ നബിയിലും ഇസ്ഹാക്കിലും യാക്കൂബിലും യാക്കൂബ് സന്തതികളിലും അവരിൽ വന്ന പ്രവാചകന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. പോകട്ടെ, വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം,
റഹ്മാനായ റബ്ബ് തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച ഈ ഭൂമിയിൽ ഏതെല്ലാം നാട്ടിൽ എവിടെയെല്ലാം പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ ഒരാളോടും ഞങ്ങൾക്ക് വിവേചനമില്ല, ഒരു പ്രവാചകനോടും വിവേചനമില്ല, ഒരു വേദഗ്രന്ഥത്തോടും വിവേചനമില്ല. കാരണം വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം മതത്തിൻ്റെ ആളുകളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാർവലൗകികമായ ഈ ഒരു ആദർശത്തെ ഉൾക്കൊള്ളുന്നവരാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ തത്വം, എല്ലാ നബിമാരുടെയും ആദർശം. ഇന്ത്യയിലേക്ക് വന്ന പ്രവാചകന്മാർ, യൂറോപ്പിലേക്ക് വന്ന പ്രവാചകന്മാർ, അമേരിക്കയിലേക്ക് വന്ന പ്രവാചകന്മാർ എല്ലാവരും പറഞ്ഞത് തൗഹീദാണ്. എന്നിട്ടാണ് പറയുന്നത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ. എന്നിരിക്കെ ലോകത്ത് കടന്നു വന്ന സകല വേദഗ്രന്ഥങ്ങളും സകല പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ച ഈ മഹാപ്രപഞ്ചം മുഴുവൻ ഏതൊരു റബ്ബിനാണോ കീഴൊതുങ്ങുന്നത് ആ റബ്ബിന് കീഴൊതുങ്ങുക എന്ന ആദർശം പഠിപ്പിക്കുന്ന ഇസ്ലാമല്ലാത്ത ഒരു ദർശനത്തെ ആരു സ്വീകരിച്ചാലും അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. അതല്ലാതെ 14ാം നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ഇസ്ലാം എന്ന ഒരു പ്രത്യേക മതത്തെ ഉദ്ദേശിച്ചല്ല പരിശുദ്ധ ഖുർആനിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടു മുമ്പും ശേഷവുമുള്ള ആയത്തുകളും പരിശുദ്ധ ഖുർആനിലെ മറ്റു വചനങ്ങളും ചേർത്ത് വെക്കുമ്പോഴാണ് എന്താണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന് അതിന് വ്യക്തമായ മറുപടിയുണ്ട്. ആ നിലയ്ക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള വാചകങ്ങളെ തെറ്റിദ്ധരിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാലിക ദീനുൽ ഖയ്യിം, മതമെന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. കാരണം അതാണ് ആദ്യമേ ഉള്ളത്, അത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത്. പ്രപഞ്ച സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന മതമാണത്. എന്നാൽ വലാകിന്ന അക്തറന്നാസി ലാ യഅലമുൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും എന്തോ മിഥ്യാധാരണയിലാണ്. ശരിയായ മതത്തെക്കുറിച്ച് പഠിക്കാനോ ഗൗരവതരമായ ഒരു പഠനത്തിന് വിധേയമാക്കാനോ ആളുകൾ തയ്യാറാവുന്നില്ല. ഇന്നും മതപരമായ ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയലും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് ചിന്തിക്കുകയും എങ്ങനെ കുറ്റപ്പെടുത്താമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒരു ഭൂമികയിലാണ് ഇന്ന് മതസംവാദങ്ങൾ നടക്കുന്നത്. മതസംവാദങ്ങളും മതപരമായ ചർച്ചകൾക്കൊന്നും ആഴമേറിയ മാനങ്ങളിന്നില്ല. മറിച്ച് എല്ലാം പുറംമോടിയാണ്, മേൽഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ആഴമേറിയ പഠനങ്ങൾക്ക് ആളുകൾ തയ്യാറാവുന്നില്ല. ഗൗരവതരമായ പഠനം മതത്തെക്കുറിച്ച് ആളുകൾ പഠിക്കുന്നില്ല. അത് തന്നെയാണ് അള്ളാഹു പറയുന്നത് വലാകിന്ന അക്സറന്നാസി ലാ യഅലം, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും പഠിക്കാൻ തയ്യാറാവുന്നില്ല. പഠിച്ചാൽ ഇസ്ലാമിന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ തൗഹീദ് മനസ്സിലാക്കുവാൻ, ശരിയായ ദീന് മനസ്സിലാക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ തൗഹീദിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാനും അത് ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചു കൊടുക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.